ദ മാജിക് നോവലിലേക്ക് ഏവർക്കും സ്വാഗതം. സുധാകർ മംഗളോദയത്തിൻ്റെ അമ്മ വീട് പാർട്ട് 19. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും കൂടി ചെയ്യണേ. അപ്പം വന്നില്ലെങ്കിലും അപ്പാമ്മയില്ലേ മോളും ഒപ്പം. എന്നാലും അപ്പനെ കാണാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല അപ്പാമ്മ. ഒരു രാത്രി പോലും അപ്പനെ പിരിഞ്ഞ് ഞാൻ കഴിഞ്ഞിട്ടില്ല. മോളുടെ അപ്പനും അതറിയാലോ. അതുകൊണ്ട് എത്ര വൈകിയാലും അപ്പം വരുമെന്ന് വിശ്വസിച്ചോളൂ. അപ്പാമ്മ മോൾക്ക് ചോറ് തരാം. എന്നിട്ട് അപ്പാമ്മയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങിക്കോളൂ. അപ്പം വരുമ്പം അപ്പാമ്മ തട്ടി ഉണർത്താം. വേണ്ട അപ്പാമ്മേ, അപ്പം വന്നിട്ട് ഞാൻ ഊണ് കഴിച്ചോളാം. ഉറങ്ങണതും അപ്പം വന്നിട്ടേ ഉള്ളൂ. വിശന്നിരുന്നാൽ അസുഖം വല്ലതും വരും. ഇല്ലേ അപ്പാമ്മേ, അപ്പാമ്മയ്ക്ക് വിശക്കണുണ്ടെങ്കിലേ അപ്പാമ്മ ഊണ് കഴിച്ചോളൂ. അപ്പനറിയാം അപ്പൻ വന്നിട്ടേ ഞാൻ ഊണ് കഴിക്കൂന്ന്. രുക്കു ആൻറ്റിയുടെ വീട്ടിലേക്ക് ആക്കിയിട്ട് പോകുമ്പോഴും അപ്പം വരുന്നത് വരെ ഞാനൊന്നും കഴിക്കാറില്ല, ഉറങ്ങാറുമില്ല. ടീച്ചർ നിസ്സഹായതയായി. ആ മുഖത്തെ വിഷമം കണ്ടിട്ട് സരസ്വതി പറഞ്ഞു, അപ്പാമ്മ ഊണ് കഴിച്ചോളൂന്നേ. അവൾ എഴുന്നേറ്റ് അകത്തേക്ക് ഓടിപ്പോയി. തിരികെ വന്നത് ഒരു ഫോട്ടോ ആൽബവുമായാണ്. അപ്പൻ്റെയും അമ്മയുടെയും കല്യാണ ആൽബമാ. ഞാനിത് നോക്കിക്കൊണ്ടിരുന്നോളാം, അപ്പാമ്മ ഊണ് കഴിച്ചോളൂ. ഈ ആൽബം കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശപ്പേ തോന്നില്ല. സരസ്വതി പേജുകൾ മറിക്കാൻ തുടങ്ങി. ടീച്ചർക്കും കൗതുകമായി. അവളോട് ചേർന്നിരുന്നു അവർ. ആദ്യ പേജിൽ വലിയ നീർമിഴികളുള്ള ഒരു സുന്ദരിയുടെ ചിത്രമായിരുന്നു. പട്ടുപുടവയും മിതമായ ആഭരണങ്ങളും, നെറ്റിയിൽ സിന്ദൂരവൃത്തം, മുടിയിൽ മുല്ലപ്പൂമാല. ആരാ ചച്ചു ഇത്? ടീച്ചർ തിരക്കി. അമ്മ, എൻ്റെ അമ്മ. കുനിഞ്ഞവൾ ആൽബത്തിൻ്റെ ചിത്രത്തിൽ മുഖത്ത് ചുണ്ടമർത്തി. എൻ്റെ പൊന്നാ ഇത്, എത്ര കണ്ടാലും എനിക്ക് മതിയാവില്ല. എന്താ അമ്മയുടെ പേര്? മംഗലാപുരത്താ അമ്മയുടെ മഠം. മൂത്തേട്ടന്മാർക്ക് ഒരേ ഒരു അനിയത്തി. അമ്മ മരിച്ചതിന് ശേഷം അവിടുന്ന് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ലാന്നാ അപ്പം പറഞ്ഞത്. ഒരു തവണ അപ്പൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അമ്മയുടെ ഏട്ടന്മാർക്ക് ഭാര്യമാരും മക്കളും ഉണ്ട്. എന്നെയും കൊണ്ട് എന്നപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും ഉടുപ്പുകളും പലഹാരങ്ങളും കിട്ടി, പിന്നെ കുറച്ച് നോട്ടുകളും. അപ്പം പിന്നീട് അവിടേക്ക് എന്നെ കൊണ്ടുപോയിട്ടേ ഇല്ല. അമ്മയും അച്ഛനും ഇല്ലേ? ഇല്ലാത്രേ. അമ്മയെ അപ്പം കല്യാണം കഴിക്കുമ്പോഴും അവർ ഇല്ലായിരുന്നത്രേ. എനിക്ക് അച്ഛ മംഗലാപുരത്തിന് പോണതൊന്നും ഇഷ്ടമല്ല. അപ്പനെ പിരിയാതെ മഠത്തിൽ ഇങ്ങനെ സുഖമായി കഴിഞ്ഞാൽ മതി. അമ്മയെ കണ്ട ഓർമ്മയുണ്ടോ ചച്ചുവിന്? ഇല്ല. എന്നാലും പട്ടുസാരിയും പൂവും അണിഞ്ഞൊരു പെണ്ണിനെ നിലത്ത് കിടത്തിയിരുന്ന ഓർമ്മയുണ്ട്. അത് അമ്മയാണെന്ന് അപ്പം പറഞ്ഞു. ടീച്ചർക്ക് സങ്കടം പൊട്ടി. അടക്കിയിട്ടും ഏങ്ങലിൻ്റെ ചീളുകൾ അവരിൽ നിന്നും പുറത്തു ചാടി. ഒന്നുകൂടി കാണാൻ എനിക്ക് കൊതിയാവാ. അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നെ രുക്വാൻറ്റിയുടെ വീട്ടിലാക്കിയിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അപ്പാന്. അമ്മ പാവമായിരുന്നെന്ന് അപ്പം പറഞ്ഞു. ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പൊന്നുപോലെ നോക്കുമായിരുന്നെന്നും. അമ്മയുടെ രസത്തിനും രസവടയ്ക്കുമൊക്കെ ഭയങ്കര സ്വാദായിരുന്നത്രേ. തനിച്ചാവുമ്പോൾ അമ്മയുണ്ടായിരുന്നെങ്കിലെന്ന് എപ്പോഴും എനിക്ക് തോന്നും. അപ്പം വഴക്ക് പറയുമ്പോൾ അമ്മയുടെ വടമെടുത്ത് വെച്ച് ഞാൻ കരയും. അങ്ങനെ ഒരു ദിവസം ഇതേ മുഖമുള്ളൊരു പെണ്ണ് സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നു. സങ്കടത്തിൻ്റെ ഇരുൾ മാഞ്ഞ് ആ മുഖത്ത് നിലാവ് പോലൊരു മന്ദസ്മിതം തിളങ്ങി. എന്നിട്ട് പറയാ, അപ്പ പാവാ ചാച്ചു, നിനക്ക് വേണ്ടിയല്ലേ അപ്പ ജീവിക്കണത്. സത്യമല്ലേ അത്? ടീച്ചർ ചോദിച്ചു. ചച്ചു എന്താ അത് മനസ്സിലാക്കാത്തത്? എനിക്കറിയാം അപ്പാമ്മ. അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ കല്യാണമാണെന്ന്. എന്നിട്ടും രുക്കു ആൻറ്റിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയും, നിന്റെ അപ്പൻ ചെറുപ്പമല്ലേ, അയാൾക്ക് എത്ര കാലം ഇങ്ങനെ തനിച്ച് താമസിക്കാൻ കഴിയും? ഒരാണിനും സ്വന്തമായി പെണ്ണില്ലാതെ പറ്റില്ലാന്ന്. ടീച്ചറുടെ മുഖത്ത് ഒരാന്തൽ പ്രകടമായി. സരസ്വതി കൈമുട്ട് കൊണ്ട് കണ്ണു തുടച്ചു. ഒരീസം പട്ടും പൂവും അണിഞ്ഞൊരു തടിച്ചയും കൂട്ടി അപ്പൻ മഠത്തിലേക്ക് വരുമെന്നും അപ്പോൾ ഞെട്ടല് സങ്കടം ഉണ്ടാവാതിരിക്കാനേ ഇപ്പോഴേ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരണമെന്നും ടീച്ചർ ശബ്ദിക്കാനാവാതെ ഇരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അപ്പനോട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, അപ്പൻ കല്യാണം കഴിക്കണതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ലയെന്നും. എന്നിട്ട് അപ്പൻ എന്താ മറുപടി പറഞ്ഞു? ടീച്ചർക്ക് വീണ്ടും ശബ്ദം കിട്ടി. കൈ വലിച്ചെൻ്റെ ചുമലുമേ ഒറ്റയടി. എന്നിട്ട് ചുവരിലേക്ക് മുഖം ചേർത്ത് വെച്ച് ഏങ്ങി കരഞ്ഞു. കഷ്ടം. ടീച്ചർ മുഖം കുനിച്ചിരുന്നു. അപ്പനോട് മാപ്പ് പറയണമെന്ന് എനിക്ക് തോന്നി. അതിനായി ഞാൻ ചെന്ന അരയിൽ വട്ടം കെട്ടിപ്പിടിച്ചു. അപ്പോൾ അപ്പൻ എൻ്റെ അടുത്ത് ചോദിക്കുക, നിൽക്കും എങ്ങനെയാ ചാച്ചു എൻ്റെ മംഗളയ്ക്കെതിരായി സംസാരിക്കാൻ പറ്റണതെന്ന്. അവൾ നിന്റെ അമ്മയല്ലേന്ന്, നമുക്കവളെ മറക്കാൻ പറ്റുമെന്ന്.
പിന്നെ കെട്ടിപ്പിടിച്ചോണ്ട് അപ്പൻ ഒത്തിരി കരഞ്ഞു. അപ്പാമ്മ, അന്ന് ഞാൻ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു, മഠത്തിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും രുക്കു ആൻറ്റിയുടെ വീട്ടിലേക്ക് എന്നെ അയക്കല്ലേന്ന്. എനിക്കിഷ്ടമല്ലപ്പാ അവരെ പോലുള്ള പെണ്ണുങ്ങളെ എനിക്കിഷ്ടമേ അല്ല. ടീച്ചർ അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആ നെറുകയിൽ മുകർന്നു. അപ്പാമ്മ ഇതുവരെ വിചാരിച്ചിരുന്നത് ചഞ്ചു ഒരു മിണ്ടാ കുട്ടിയാണെന്നാ. ഇപ്പം അപ്പാമ്മയ്ക്ക് മനസ്സിലായി, നീ നല്ല ബുദ്ധിയും പാകതയുമുള്ള കുട്ടിയാണെന്ന്. നിനക്കെല്ലാം അറിയാം. നീ എന്നും നിന്റെ അപ്പന് നല്ല തുണയായിരിക്കും. മോളുടെ അപ്പനോട് അപ്പാമ്മ അത് പറഞ്ഞോളാം. പെട്ടെന്നാണ് ഗേറ്റിൻ്റെ കൊളുത്ത് കിലുങ്ങുന്ന ശബ്ദം കേട്ടത്. ചച്ചുവിൻ്റെയും ടീച്ചറിൻ്റെയും കണ്ണുകൾ പുറത്തേക്ക് നീണ്ടു. അയ്യോ അപ്പൻ! സരസ്വതി കരഞ്ഞു. കല്യാണ ആൽബം എടുത്ത് എപ്പോഴും നോക്കണത് അപ്പന് ഇഷ്ടമല്ല അപ്പാമ്മ. ഞാനിത് കൊണ്ടുപോയി വെക്കട്ടെ. അവൾ എഴുന്നേറ്റ് അകത്തേക്ക് ഓടി. ടീച്ചറും എഴുന്നേറ്റ് വന്നു. ഗേറ്റ് അടച്ച് കൊളുത്തിട്ടിട്ട് നാരായണൻ ടീച്ചറുടെ നേർക്ക് നടന്നു വന്നു. ആദ്യം ആ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഒരു നിമിഷം കൊണ്ട് അത് മായുകയും ചെയ്തു. മോനെന്താ ഇത്രയധികം താമസിച്ചത്? ചിറ്റിലശ്ശേരിയിൽ നിന്ന് മടങ്ങാൻ താമസിച്ചോ അമ്മേ? താമസിച്ചപ്പം ഇന്ന് പോകണ്ടെന്ന് വേണുമേനോൻ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു. പക്ഷെ ഞാൻ വന്നില്ലെങ്കിൽ ചച്ചു അമ്മയെ കഷ്ടപ്പെടുത്തില്ലേ? അപ്പോഴേക്കും സരസ്വതി ഇറങ്ങി വന്നു. അപ്പൻ എനിക്ക് മുളക് ബജ്ജി കൊണ്ടുവന്നോ? മറന്നില്ലേ നീ? അപ്പം മറന്നോ? സരസ്വതിക്ക് സംഭ്രമമായി. മറന്നാൽ എൻ്റെ കഴുത്തിൽ തലയുണ്ടാവില്ലല്ലോ. ചിരിയോടെ അയാൾ ഒരു ക്യാരി ബാഗ് മകൾക്ക് നീട്ടി. ബജ്ജി മാത്രമല്ല, കുറേ സാധനങ്ങളുണ്ട്. അപ്പാമ്മ കഴിക്കണത് അപ്പാമ്മയ്ക്കും കൊടുക്കണം. ചച്ചു ഊണ് കഴിച്ചിട്ടില്ല മോനെ, ടീച്ചർ ഓർമ്മിപ്പിച്ചു. എങ്കിൽ ഊണ് കഴിച്ചിട്ട് മതി കൊസ്രാക്കോള്ളി സാധനങ്ങളൊക്കെ കഴിക്കാൻ. വേഗം മേശപ്പുറം തുടച്ച് പ്ലേറ്റുകൾ വെച്ചോളൂ. അപ്പൻ ദാ വരണു. സരസ്വതി അകത്തേക്ക് പോയതും നാരായണൻ ടീച്ചറെ വിഷമത്തിൽ നോക്കി. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ? ടീച്ചർ തിരക്കി. ഇല്ല. അയാളുടെ മുഖം താണു. മോൻ ചെന്നത് വേണുമേനോനെ സന്തോഷിപ്പിച്ചു കാണും. ഉവ്വ്, സന്തോഷിപ്പിച്ചു എന്നല്ല, ആശ്വസിപ്പിച്ചു എന്നാ പറയേണ്ടത്. പ്രേമനെ കണ്ടുപിടിക്കാനുള്ള പത്രയറിയിപ്പ് കൊടുത്തോ? അതറിയാനാണ് എനിക്ക് തിടുക്കം. അത് പറയാൻ പക്ഷെ നാരായണന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മ ഊണ് കഴിച്ചോ? അയാൾ വിഷയം മാറ്റി. അതെങ്ങനെ? ചച്ചു കഴിക്കാതെ ഞാൻ എങ്ങനെ മോനെ കഴിക്കുക? മോൻ വരാനായി കുട്ടി കാത്തിരിക്കുക. എല്ലാവരും ഒരുമിച്ച് കഴിക്കണതല്ലേ സന്തോഷം. എങ്കിൽ അമ്മ അടുക്കളയിലേക്ക് നടന്നോളൂ. 1 മിനിറ്റിൽ ഒരു കാക്കക്കുളി കുളിച്ചിട്ട് ഞാൻ ദാ ഓടി വരാം. നാരായണൻ അകത്തേക്ക് നടന്നു. മുറിയിൽ കയറി സിമന്റ് ടാങ്കിലെ തണുത്ത വെള്ളം കോരി തെരുതെരെ തലവഴി പകരുമ്പോൾ അയാൾ ഏങ്ങലടിച്ച് കരയുകയാണ്. പാവം, അമ്മയോട് എങ്ങനത് പറയും? കുളിച്ച് അയാൾ എത്തുമ്പോൾ എല്ലാം മേശപ്പുറത്ത് വിളമ്പി വെച്ച് ടീച്ചറും സരസ്വതിയും കാത്തിരിക്കുകയായിരുന്നു. പത്രയറിയിപ്പ് കൊടുത്തോ മോനെ? നാരായണന്റെ കിണ്ണത്തിലേക്ക് ചോറ് വിളമ്പിക്കൊണ്ടാണ് ടീച്ചർ അന്വേഷിച്ചത്. ഞാൻ മുമ്പേ ചോദിച്ചിട്ട് മോൻ മറുപടിയൊന്നും പറഞ്ഞില്ല. കൊടുത്തില്ലമ്മേ. നാരായണ മുഖം കുലിച്ചു. അതെന്തേ? ടീച്ചറുടെ കണ്ണുകൾ വിടർന്നു. സമയം കിട്ടിയില്ലേ? അതുകൊണ്ടല്ല. പിന്നെ പണം ഞാൻ തന്നയച്ചിരുന്നല്ലോ, അതുകൊണ്ടുമല്ല. പിന്നെ ടീച്ചറുടെ മുഖത്ത് ഒരു തളർച്ച പ്രകടമായി. സുമംഗല ടീച്ചറെ കണ്ടുകിട്ടിയെന്ന അറിയിപ്പ് കൊണ്ട് പ്രേമൻ തിരിച്ചു വരണമെന്നാവശ്യപ്പെട്ടൊരു പത്രയറിയിപ്പ് കൊടുത്താൽ പ്രേമം മാത്രമല്ല, ടീച്ചറുമായി ബന്ധപ്പെട്ട ജീവനുള്ള എല്ലാവരും ആ അരികിലേക്ക് ഓടിയെത്തും. അതോടെ ജീവച്ഛവമായി ആ മകൻ ഹോസ്പിറ്റലിൽ ICUയിൽ കഴിയണ കാര്യവും അവർ അറിയും. അത് അവരെ അറിയിക്കാൻ പാടുണ്ടോ എന്നാണ് നാരായണൻ ആലോചിച്ചത്. എന്താ മോനെ ഒന്നും പറയാത്തത്? ടീച്ചർ കരയുകയായിരുന്നു. എന്നിട്ടും നാരായണന് ശബ്ദിക്കാനായില്ല. ടീച്ചർക്കൊരു തളർച്ച തോന്നി. വിട്ടു തുറന്ന് സംസാരിക്കാൻ നാരായണൻ മടിക്കുന്നോ എന്ന് സംശയം. ആ സ്ഥിതിക്ക് ചികഞ്ഞു ചോദ്യം ചെയ്യണത് മര്യാദകേടാണ്. തനിക്കാണെങ്കിൽ അതിനുള്ള അധികാരമോ അവകാശമോ ഇവിടെ ഇല്ല. ഉള്ളത് മുഴുവൻ കടപ്പാടാണ്. ആപത്തിൽ തുണച്ചുവെന്നു മാത്രമല്ല, ഒരമ്മയുടെ സ്ഥാനം നൽകി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മരുഭൂമിയിൽ ലഭിച്ചൊരു ഈന്തൽ തണലാണ് ഈ മഠം. ഉടനെ ഒരറിയിപ്പ് കൂടി കൊടുക്കണ്ടെന്ന് പ്രേമന്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത്. ആദ്യ അറിയിപ്പ് കഴിഞ്ഞിട്ട് ദിവസങ്ങളല്ലേ ആയുള്ളൂ. അതുകൊണ്ട് പ്രേമൻ വന്നൂടാലില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കണത്. പത്രത്തിൽ വന്നയുടൻ പ്രേമൻ അത് കാണണമെന്നുമില്ലല്ലോ. പത്രം കിട്ടാൻ സൗകര്യമുള്ള സ്ഥലത്താണോ ആളുള്ളതെന്നും അറിയില്ലല്ലോ. ഏതായാലും നാളെ അദ്ദേഹം ഇവിടേക്ക് വരണുണ്ട് അമ്മയെ കാണാൻ. ആര്? വേണുമേനോനോ? സന്തോഷം കൊണ്ട് ടീച്ചറുടെ മിഴികൾ വിങ്ങി. അതെ. വഴി നിശ്ചയുണ്ടോ അദ്ദേഹത്തിന്? അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വന്ന ശേഷം അമ്മയും അദ്ദേഹവും ചേർന്ന് തീരുമാനിച്ചാൽ മതി എന്തൊക്കെയാ ഇനി വേണ്ടതെന്ന്. ഈശ്വര, ഒന്ന് കാണാലോ അദ്ദേഹത്തെ. ഈശ്വരനെ മുമ്പിൽ കണ്ടെന്നോണം ടീച്ചർ കൈകൂപ്പി. അദ്ദേഹത്തിനോടൊപ്പം വേണച്ച അമ്മയ്ക്ക് ചിറ്റിലശ്ശേരിക്കോ അല്ലേച്ചാ തിരുവനന്തപുരത്തിനോ പോവാലോ.
പെട്ടെന്നാണ് ഇടിവെട്ടി മഴ പെയ്യും പോലെ സരസ്വതി ആർത്തലച്ച് കരയാൻ തുടങ്ങിയത്. എൻ്റെ അപ്പാമ്മയെ എങ്ങടും കൊണ്ടുപോവണ്ടായേ, അപ്പാമ്മയെ കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല, ഞാനും കൂടെ പോവും. ടീച്ചർ അമ്പരപ്പിലാണ് അവളുടെ നേർക്ക് തിരിഞ്ഞത്. അതോടെ സരസ്വതി അവരെ കെട്ടിപ്പിടിച്ചു. അപ്പാമ്മയെ ഞാൻ വിടില്ല, എങ്ങടും വിടില്ല, എനിക്ക് അപ്പാമ്മയെ വേണം, പെണ്ണുങ്ങളില്ലാത്ത ഈ മഠത്തിൽ ഞാൻ നിൽക്കില്ല. ടീച്ചർക്ക് ഓർമ്മ വന്നത് യദുക്കുട്ടനെയാണ്. സരസ്വതിയെ പോലെ ശാഠ്യം കൂടിയല്ല അവൻ പറയുക, പ്രായത്തിൽ കടന്ന പാകതയോടെയാണ്. അപ്പാമ്മ എന്നതിനു പകരം യദുവിൻ്റെ അച്ചമ്മേ എന്ന് വിളി ആ കാതിലെത്തി. തിരികെ കണ്ണനാമുണ്ണി എന്ന് വിളിക്കാനായിരുന്നു അവൻ ഇഷ്ടം. തൻ്റെ പാട്ടുകളെ മറ്റാരിലും അത് അധികം അവൻ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ആ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ ഒരു നോക്ക് കാണാനായി ആ നെഞ്ചു വിങ്ങി, കണ്ണുകൾ ഈറനായി. ചച്ചു, നല്ല കുട്ടികൾ ഇങ്ങനെയാണോ? മകളുടെ മുഖം പിടിച്ച് നാരായണൻ തൻ്റെ നേർക്ക് തിരിച്ചു. ഞാൻ നല്ല കുട്ടിയല്ല, എനിക്ക് നല്ല കുട്ടി ആവണ്ട, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ കൊണ്ടുതരൂ. താൻ പുറത്തു പോകുന്നതോടെ മഠത്തിൽ തനിയെ അയാക്കാവുന്ന ചച്ചുവിൻ്റെ പ്രയാസം നാരായണന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ചച്ചു, അപ്പന് നീ മാത്രമല്ലേ ഉള്ളൂ, നീ ഇങ്ങനെ തുടങ്ങിയാൽ അപ്പൻ എന്ത് ചെയ്യും മോളെ? എങ്കിൽ അപ്പൻ എന്തിനാ അപ്പാമ്മയെ തിരുവനന്തപുരത്ത് അയക്കാൻ തുടങ്ങണത്? അപ്പാമ്മ പോയാൽ ഞാനും കൂടെ പോകും. അപ്പോൾ അപ്പന് പിന്നെ ആരുണ്ട് ചച്ചു? തൊണ്ടയിടറിയപ്പോൾ സരസ്വതി അപ്പൻ്റെ നേർക്ക് തിരിഞ്ഞു. ആ മുഖത്തെ സങ്കടവും കണ്ണുകളിലെ നനവും അവൾ കണ്ടു. പൊടുന്നനെ ആ മനസ്സലിഞ്ഞു. എങ്കിൽ അപ്പാമ്മയോട് പോകണ്ടെന്ന് പറയുന്നേ. അങ്ങനെ പോവാതിരിക്കാൻ അപ്പാമ്മയ്ക്ക് കഴിയോ കുട്ടാ? നീ ഒന്ന് ഓർത്തു നോക്ക്. അപ്പാമ്മയ്ക്കൊരു മകനുണ്ട്, 2 പെൺമക്കളും. അവരെ വേണ്ടെന്ന് വെക്കാൻ അപ്പാമ്മയ്ക്ക് സാധിക്കുമോ? ആ മക്കൾക്ക് ചച്ചുവിൻ്റെ പ്രായത്തിലുള്ള കൊച്ചുമക്കളും ഉണ്ട്. അവരൊക്കെ ഈ അപ്പാമ്മയെ കാണാൻ സങ്കടത്തിൽ കാത്തിരിക്കുക. അപ്പോൾ പോകണ്ടെന്ന് നമ്മൾ പറയുന്ന ന്യായമാണോ? സരസ്വതിക്ക് ഉത്തരം മുട്ടി. ആ കണ്ണുകൾ തുളുമ്പി, ചുണ്ടുകൾ വിതുമ്പി. വാഷ് ബേസിനരികിൽ കൈ കഴുകിവെന്ന് നാരായണൻ മകളെ ചേർത്ത് പിടിച്ചു. അപ്പാമ്മ പോയാലും ഇടയ്ക്കിടെ തിരിച്ചു വരും. ഒക്കുമ്പോഴൊക്കെ നമുക്ക് അവിടെ ചെന്ന് അപ്പാമ്മയെ കാണാം, പോരെ? എതിരൊന്നും പറഞ്ഞില്ലെങ്കിലും സരസ്വതി വീണ്ടും ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ടീച്ചർ വന്ന ശേഷം അവൾ ടീച്ചറുടെ ഒപ്പമാണ് രാത്രിയിൽ ഉറങ്ങിയിരുന്നത്. അന്ന് പക്ഷേ ഉറങ്ങാൻ അപ്പൻ്റെ അരികിലെത്തി. എന്തേ, അപ്പാമ്മയെ തനിച്ചു കടത്താൻ തീരുമാനിച്ചോ? നാരായണൻ തിരക്കി. താമസിയാതെ അപ്പാമ്മ പോവുമല്ലോ, അപ്പം ഞാൻ അപ്പൻ്റെ അടുത്ത് വീണ്ടും വരണ്ടേ? അന്ന് നീ എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ടാ അപ്പാമ്മയോടൊപ്പം ഉറങ്ങാൻ പോയത്? 9 പെൺകുട്ടികൾ അപ്പൻ്റെ ഒപ്പം ഉറങ്ങാൻ പാടില്ലെന്ന്. അതാരാ പറഞ്ഞു തന്നത്? രുക്കു ആൻറ്റി. ഞാൻ പക്ഷേ അപ്പാമ്മയോടൊപ്പം ഉറങ്ങാൻ വേണ്ടിയാ അന്ന് അങ്ങനെ പറഞ്ഞത്. എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നും അമ്മാവയോടൊപ്പം ഞാൻ ഉറങ്ങിയേനെ. എന്നുമല്ല, കല്യാണം കഴിച്ചയക്കും വരെ. എനിക്ക് കല്യാണം വേണ്ടെങ്കിലോ? ചച്ചുവിൻ്റെ മുഖത്തൊരു ചെറുനാണം വന്നു. അപ്പൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? അതപ്പോൾ സാധിപ്പിച്ചു തരില്ലേ നീ? സരസ്വതിയുടെ മുഖം താണു. ഒരു കാര്യം ചെയ്യാം. പുഞ്ചിരിയോടെ നാരായണ മകളുടെ ചുമലിൽ തട്ടി. അപ്പാമ്മ പോവും വരെ ആ കൂടെ ഉറങ്ങിയാൽ മതി. അപ്പാമ്മയെ തനിച്ചാക്കണ്ട. എത്ര സങ്കടം ഉണ്ടായാലും അരികിൽ സ്നേഹമുള്ള ഒരാളുണ്ടായിരുന്നത് ആർക്കും ആശ്വാസമാണ്. പിന്നെ അയാൾ ശബ്ദം താഴ്ത്തി. അപ്പാമ്മയ്ക്ക് അറിയാത്തൊരു സത്യമുണ്ട്. ഉടനെ ഇപ്പോൾ അത് അപ്പാമ്മയെ അറിയിക്കാനും പാടില്ല. അപ്പാമ്മ അവിടുന്ന് പോന്നതോടെ ഒരു ആക്സിഡൻറ്റിൽ പെട്ട അപ്പാമ്മയുടെ മോൻ ബോധമില്ലാതെ ആശുപത്രിയിലാണ്. ഇന്നലെ ഞാൻ ചിറ്റലശ്ശേരിയിലേക്ക് പോരാൻ സമയത്ത് ആ വീട്ടിലെ അപ്പൂപ്പൻ അപ്പാമ്മയുടെ മരുമകളെ വിളിച്ച് എങ്ങനെ ഇരിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ ആ ആൻറ്റി കരയുകയായിരുന്നു. സരസ്വതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ സ്ഥിതിക്ക് അപ്പാമ്മയെ നമ്മളിവിടെ പിടിച്ചു നിർത്തണത് ശരിയാണോ? ചച്ചു, തിരുവനന്തപുരത്തിന് പോയാലല്ലേ അപ്പാമ്മയ്ക്ക് അവരുടെ മകന് ജീവനോടെ കാണാൻ പറ്റൂ. അപ്പോൾ ഒരു ദിവസം ഒരു ആൻറ്റിക്ക് നൂല് ജപിച്ചു കൊടുത്തതോ അവരുടെ കുട്ടിയുടെ പനി മാറാൻ? അതാ സ്ത്രീ നിർബന്ധിച്ചിട്ടല്ലേ. നൂല് ജപിച്ചാലൊന്നും പനി മാറില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കാഞ്ഞപ്പോൾ ഭഗവാന്റെ നാമം ചൊല്ലി ചാൺ നൂല് കൊടുത്തന്നേ ഉള്ളൂ. മരുന്ന് മുടക്കരുതെന്നും പറഞ്ഞിരുന്നു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ആ അമ്മ വന്ന് പറഞ്ഞതെന്തുവാ? ഒരു സന്ധ്യയ്ക്ക് മരുന്ന് കൊടുത്തിട്ടും കുറയാത്ത പനി നൂല് കെട്ടിയപ്പോൾ മാറിയെന്നല്ലേ? നാരായണൻ ചിരിച്ചു. അതാ സ്ത്രീയുടെ മൂഢവിശ്വാസം മോളെ. പിന്നെ ഈശ്വരാനുഗ്രഹവും. നാമം ചൊല്ലിയ ഈശ്വരൻ അനുഗ്രഹിക്കുവച്ച അപ്പാമ്മയുടെ മകന് വേണ്ടി അപ്പന് കുറച്ച് നാമം ചൊല്ലിക്കൂടെ? പാവ അപ്പാമ്മ. ആ മകൻ എന്തേലും സംഭവിച്ച അപ്പാമ്മയ്ക്ക് സഹിക്കുവോ? ഞാനും ചൊല്ലാൻ നാമം. നാരായണന്റെ മിഴികൾ വിടർന്നു. ഒരു നിമിഷം മകളെ നിർനിമേഷം നോക്കിയിട്ട് അയാൾ സമ്മതഭാവത്തിലൊന്ന് തലയാട്ടി. ആ അമ്മയുടെ മകന് വേണ്ടി നാളെ ഒരു സുദർശനവും മൃത്യുഞ്ജയവും കഴിക്കുന്നുണ്ട് ഞാൻ. ചികിത്സയൊന്നും അറിയാത്ത എനിക്ക് അതല്ലേ അറിയൂ.
അപ്പോൾ പുറത്തുനിന്ന് ടീച്ചറുടെ വിളി വന്നു. ചച്ചു, ഉറങ്ങണ്ടേ മോക്ക്? വേഗം ചെല്ലു, നാരായണൻ മകളോട് പറഞ്ഞു. ആ മകന് സുഖമില്ലാത്ത കാര്യം അപ്പാമ്മ അറിയരുതേ. നാളെ ചിറ്റിലശ്ശേരിലെ അപ്പൂപ്പൻ അപ്പാമ്മയെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോയിക്കോളും. അവിടെ ചെന്നിട്ട് അറിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇവിടുന്ന് അപ്പാമ്മയെ നമ്മൾ എടുത്തോണ്ട് പോവേണ്ടി വരും. ആവശ്യമില്ലാത്തതൊന്നും ഞാൻ അപ്പാമ്മയോട് പറയില്ലപ്പാ. അപ്പോഴേക്കും ടീച്ചർ വാതുക്കലെത്തിയിരുന്നു. എന്തു പറയില്ലെന്നാ ചച്ചു പറയണത്? അപ്പാമ്മ എല്ലാം കേട്ടിരിക്കുമോ എന്ന ശങ്കയിൽ സരസ്വതി പകച്ചുപോയി. ഉടനെ നാരായണൻ ടീച്ചർക്ക് മറുപടി നൽകി. അമ്മയോട് പോകരുതെന്ന് പറഞ്ഞ് ശാഠ്യം കൂടരുതെന്നും. അതാണോ? ടീച്ചർ ചച്ചുവിനെ ചുറ്റിപ്പിടിച്ചു. പോവില്ല ചച്ചു അപ്പാമ്മ. കള്ളമല്ല അപ്പാമ്മ പറയണത്. എന്നെ കൊണ്ട് കൂടുതൽ ആവശ്യം എൻ്റെ ചച്ചുവിനാ. എൻ്റെ ഉണ്ണിയുടെ മക്കളും എനിക്ക് പ്രാണനാ. പക്ഷെ അവർക്ക് അച്ഛയും അമ്മയും അമ്മമ്മയും അപ്പൂപ്പനും എല്ലാവരും ഉണ്ട്. മാത്രമല്ല അവർ രണ്ടുപേരാ. ചച്ചു പക്ഷെ ഒരാളല്ലേ. അപ്പം പുറത്തു പോയാൽ നീ തനിച്ചല്ലേ. മാത്രമല്ല ഈ പ്രായത്തിലുള്ള ഒരു പെൺകുഞ്ഞിന് വീട്ടിലൊരു സ്ത്രീയുടെ ആവശ്യമുണ്ട്. അപ്പൻ അറിയാത്തതും അപ്പന് സാധിക്കാത്തതുമായ എന്തെല്ലാം ആവശ്യങ്ങളും സഹായങ്ങളും ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ ജീവിതത്തിലൂടെ കടന്നു പോകും. എൻ്റെ ഉണ്ണിയുടെ വീട്ടിലാണെങ്കിൽ ഇപ്പം എൻ്റെ ആവശ്യം ഇല്ലാതാനും. മനുഷ്യൻ്റെ ധർമ്മം നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് നിൽക്കണതല്ല, നമ്മളെ ആവശ്യമുള്ളിടത്ത് നിൽക്കണതാണ്. എന്നാൽ നാരായണൻ്റെ മിഴികൾ നിറഞ്ഞു തൂവി. മോൻ വിഷമിക്കേണ്ട, ടീച്ചർ നാരായണനോട് പറഞ്ഞു. മോനു വേണ്ടിയല്ല ഞാനിവിടെ നിൽക്കണത്, ചച്ചുവിന് വേണ്ടിയുമല്ല. വയസ്സായ ഒരമ്മ എന്ന നിലയ്ക്ക് എൻ്റെ ജീവിതം പ്രയോജനപ്പെടുന്നത് ഇവിടെയാ. ഓൾഡ് ഏജ് ഹോംസിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ സാധാരണ കുടുംബങ്ങളോടാണ് എനിക്ക് മതിപ്പ്. അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും കൂടപ്പിറപ്പുകളും മക്കളും ചെറുമക്കളും ഉള്ള കുടുംബങ്ങളോട്. അവിടെ ജീവിച്ച് മരിക്കാനാണ് അമ്മയ്ക്കിഷ്ടം. ഒന്ന് കണ്ണു തടച്ചതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല നാരായണൻ. ചച്ചുവിനെ ചേർത്ത് പിടിച്ച് ടീച്ചർ തങ്ങളുടെ മുറിയിലേക്ക് പോയി. വെളുപ്പിനെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ നാരായണൻ ടീച്ചറോട് പറഞ്ഞു. നാളെ അമ്മയ്ക്കൊരു അതിഥി ഉണ്ടാവും, പ്രേമൻ്റെ അച്ഛൻ. ചോറും ഒരു കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ബാക്കി അമ്മയും ചച്ചുവും കൂടി നോക്കണം. നിർബന്ധിച്ചിട്ടായാലും ചച്ചുവിനെ സ്കൂളിലേക്ക് അയക്കണം. അറിയാമല്ലോ, അവൾ മടിച്ചിയാണ്. സ്കൂളിൽ പോവാതിരിക്കാൻ അവൾ എന്തേലും കാരണം കണ്ടുപിടിക്കും. അമ്മ ശ്രദ്ധിക്കണം. അവൾ സന്തോഷവതിയായി സ്കൂളിൽ പൊയ്ക്കോളും മോനെ. അവളെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. അത്ര മിടുക്കൊന്നുമില്ലാതിരുന്ന 3 മക്കളെ നന്നായി പഠിപ്പിച്ചവളാ ഞാൻ. എങ്കിൽ ഞാൻ ഉച്ചപൂജ കഴിഞ്ഞേ വരൂ. തനിച്ചാവുമ്പം അമ്മ പുറത്തേക്കൊന്നും ഇറങ്ങി പോയേക്കരുത്. മോട്ടോർ ഓൺ ചെയ്ത് ടാങ്കിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. വെള്ളം പിടിക്കാൻ റോഡിലെ പൈപ്പും ചോട്ടിലും പോണ്ട. ഇല്ല മോനെ, ടീച്ചർ ചിരിച്ചു. ചച്ചുവിനെ പോലെ ഒരു കുട്ടിയായി എന്നെ കാണണ്ട. ഞാൻ മോൻ്റെ അമ്മയാണ്. സന്തോഷമായി നാരായണൻ ഒതുക്കിറങ്ങി ഗേറ്റിലേക്ക് നടന്നു. തിരികെ ഗേറ്റിലെത്തുമ്പോൾ അകത്തുനിന്ന് പ്രേമൻ്റെ അച്ഛൻ്റെ വർത്താനം കേൾക്കുന്നുണ്ടോ എന്ന് അയാൾ കാതോർത്തു. പക്ഷേ മഠം മൗനത്തിൽ ഉറക്കമായിരുന്നു. വാതിലിൽ മുട്ടിയപ്പോൾ ടീച്ചർ വന്ന് കതവ് തുറന്നു. പ്രേമൻ്റെ അച്ഛൻ വന്നില്ലേ അമ്മേ? ഇല്ല. ഇന്ന് തന്നെ ആണോ വരാമെന്ന് പറഞ്ഞിരുന്നത്? അതെ. ഇനി വഴിതെറ്റിയിരിക്കുമോ ആവോ? വഴി ഞാൻ വിശദമായി പറഞ്ഞു കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല അദ്ദേഹം മുമ്പ് വന്നിട്ടുള്ള സ്ഥലവുമാണ്. എങ്കിൽ പിന്നെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിട്ടുണ്ടാവും, ടീച്ചർ സമാധാനപ്പെടുത്തി. മോൻ വിഷമിക്കേണ്ട. 2 കൂട്ടം കൂട്ടാൻ കൂടുതലുണ്ടാക്കിയിട്ടെന്നല്ലേ ഉള്ളൂ. നാളെ തീർച്ചയായും വരാതിരിക്കില്ല. മോൻ വന്ന് ഊണ് കഴിക്കുക. നാരായണന് പക്ഷെ സമാധാനിക്കാനായില്ല. അമ്മയുടെ മകനെ സംബന്ധിച്ച മോശമായ എന്തെങ്കിലും ഒരു അറിയിപ്പ് ലഭിച്ചതുകൊണ്ടാണോ അദ്ദേഹം വരാതിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിർബന്ധമായി വരേണ്ടിയിരുന്നതല്ലേ? ആ യാത്രയ്ക്ക് തടസ്സമായി എന്തോ സംഭവിച്ചിരിക്കുന്നുവെന്ന് അയാൾക്ക് തീർച്ചയായി. ഫോൺ നമ്പർ തന്നിരുന്നെങ്കിലും വിളിച്ചു തിരക്കാനുള്ള സ്വാതന്ത്ര്യവും അനുഭവപ്പെട്ടില്ല. തൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിരുന്നതുമാണ്. പറയാൻ പറ്റുന്ന കാരണം വല്ലതുമാണെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് അറിയിക്കുമായിരുന്നു. ടീച്ചർ വന്ന് വീണ്ടും വിളിച്ച ശേഷമാണ് നാരായണൻ ഊണ് കഴിക്കാൻ ചെന്നത്. ടീച്ചർ ഉണ്ടാക്കിയ കിച്ചടി അയാൾക്ക് വല്ലാതെ ഇഷ്ടമായി. കുറച്ച് ചച്ചുവിനെടുത്ത് വെക്കണേ അമ്മേ, നാരായണൻ ഓർമ്മപ്പെടുത്തി. ലഞ്ച് ബോക്സിൽ ചച്ചുവിന് കൊടുത്ത് അയച്ചിട്ടുണ്ട് മോനെ. അല്ലാതെ മോൻ അമ്മ വിളമ്പുമോ? ചച്ചുവിന് കൊടുക്കാതെ ഒരു ഉപ്പേരി തുണ്ടുപോലും മോൻ ചവയ്ക്കില്ലെന്ന് വന്ന ദിവസം തന്നെ അമ്മയ്ക്ക് മനസ്സിലായില്ലോ. അങ്ങനെ വേണം താനും. പണ്ടുള്ളവർ പറയും മക്കൾക്ക് സമ്പാദ്യമല്ല വിദ്യാഭ്യാസമാണ് കൊടുത്തു വയ്ക്കേണ്ടതെന്ന്. എൻ്റെ അനുഭവം അതല്ല. മക്കൾക്ക് സമ്പാദ്യവും വിദ്യാഭ്യാസവും നൽകാനായില്ലെങ്കിലും നിർബന്ധമായി സ്നേഹം നൽകിയിരിക്കണം. സമ്പാദ്യവും വിദ്യാഭ്യാസവും പ്രയോജനപ്പെടാത്തടത്ത് സ്നേഹം വിജയിക്കും. സ്നേഹിച്ച് വളർത്തിയാലേ അവർ സ്നേഹിച്ച് ജീവിക്കും. സ്നേഹിക്കാൻ കഴിയാത്തവൻ എന്തുണ്ടായിട്ടെന്താ?
അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് നാരായണൻ ഒരു നെടുവീർപ്പയച്ചു. സ്കൂൾ വിട്ട് സരസ്വതി വന്ന ശേഷമാണ് അയാൾ കൊണ്ടുവന്ന് വെച്ച പായസത്തിൻ്റെയും പ്രസാദത്തിൻ്റെയും പാത്രങ്ങൾ ടീച്ചർ തുറന്നത്. ഇന്ന് വിശേഷാൽ പൂജ വല്ലതും ഉണ്ടായിരുന്നോ മോനെ? അവർ നാരായണനോട് തിരക്കി. ഉവ്വ്, ഒരു സുദർശന ഹോമോ മൃത്യുഞ്ജയ ഹോമോ. രാവിലെ എൻ്റെ ഉണ്ണിയുടെ നക്ഷത്രം ചോദിച്ചത് എന്തിനായിരുന്നു? വഴിപാട് കഴിക്കാനാ. ടീച്ചറുടെ മുഖം മങ്ങി. എന്തേ ഇന്ന് വിശേഷിച്ച്? അമ്മേ, എനിക്ക് തന്ന ആ മകന് ദീർഘായുസ്സും ഐശ്വര്യവും ഉണ്ടാകാനായി ഇതൊക്കെയല്ലേ എനിക്ക് കഴിയൂ. ആ മറുപടി ടീച്ചർക്ക് പൂർണ്ണമായും വിശ്വാസമായില്ല. അത്താഴ പൂജ കഴിഞ്ഞ് നാരായണൻ തിരിച്ചെത്തുമ്പോഴേക്കും ആ മുഖത്ത് എന്തോ ഒരു വിഷമം ഘനീഭവിച്ച് നിന്നിരുന്നു. അമ്മ എന്തേലും ഊഹിച്ചിരിക്കുമോ എന്ന ഭയം മൂലം അയാളൊന്നും ചോദിക്കാനും പോയില്ല. പിറ്റേന്ന് നാരായണൻ ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചെത്തുമ്പോൾ മഠത്തിൻ്റെ ഉമ്മറത്തിണയിൽ അപരിചിതനായൊരു ചെറുപ്പക്കാരൻ അടുത്ത് വന്നപ്പോൾ വേണുമേനോന്റെ പത്രയറിയിപ്പിൽ കണ്ട പ്രേമന്റെ മുഖവുമായി നല്ല സാമ്യം. പ്രേമനാണോ? അത്യാകാംക്ഷയിലാണ് നാരായണൻ ചോദിച്ചത്. അതെ, പോറ്റിയല്ലേ? പ്രേമൻ എഴുന്നേറ്റു. സമ്മതത്തിൽ തലയാട്ടിയതും നാരായണനെ അയാൾ വട്ടം കെട്ടിപ്പിടിച്ചു. നന്ദി, 100 നന്ദി. പ്രേമം വിങ്ങിക്കരഞ്ഞു. ടീച്ചർ തിരിച്ചു കിട്ടിയില്ലോ? ഇല്ലേച്ചാ, ഞാൻ എൻ്റെ ജീവൻ കളഞ്ഞേനെ. അതിനു മുമ്പ് ഒരാഴ്ച ക്ഷേത്രാടനത്തിന് ഇറങ്ങിയതാ. അപ്പോഴാ ഗുരുവായൂരെ പ്രദക്ഷിണ വഴിയിൽ വെച്ച് ദർശനത്തിനുള്ള ക്യൂവിൽ നിന്നിരുന്ന ചിറ്റലശ്ശേരിക്കാരൻ രാമുണ്ണിയേട്ടനെ കണ്ടത്. ആ ചങ്ങാതിയാ പറഞ്ഞത് ടീച്ചറെ കണ്ടു കിട്ടിയതായി കേട്ടൂന്ന്. അപ്പം തന്നെ ഞാൻ വീട്ടിൽ പറന്നെത്തി. അച്ഛ അപ്പോൾ ഇങ്ങോട്ട് പോകാൻ ഒരുങ്ങുക. എന്നെ കണ്ടതോടെ തീരുമാനം മാറ്റി. അങ്ങനെയാ ഇന്ന് എന്നെ ഇവിടേക്ക് അയച്ചത്. ഇന്ന് എന്നെ ടീച്ചറെയും കൊണ്ട് തിരുവനന്തപുരത്തിന് പോകണുണ്ടോ? എന്താ വേണ്ടെന്ന് ടീച്ചർ തന്നെ തീരുമാനിക്കട്ടെ. ഉണ്ണിയുടെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലായിപ്പോയ ആ മൊബൈൽ ഫോണും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ടീച്ചർ മരുമകളെ വിളിച്ചെന്ന് തോന്നണു. ഈശ്വര, നാരായണൻ നെഞ്ചോട് കയ്യമർത്തി. എന്തായാലും അറിയാനുള്ളതൊക്കെ നേരത്തെ അറിയണതല്ലേ നല്ലത്. ഫോണുമായി അകത്തേക്ക് പോയിട്ട് ഇങ്ങോട്ട് കണ്ടില്ല. പ്രേമൻ അകത്തേക്ക് ഒന്ന് എത്തി നോക്കി. അമ്മേ, നാരായണൻ വിളിച്ചു. മറുപടി വരാഞ്ഞപ്പോൾ അയാൾ അകത്തേക്ക് ഓടി. അമ്മേ. അകത്തെ മുറികളിൽ ആകമാനം നാരായണൻ ടീച്ചറെ തിരഞ്ഞു. ആളെ കാണാനേ ഇല്ല. ഒടുവിൽ പിൻവാതിൽ തുറന്ന് പിന്നറയത്തെത്തി. മുറ്റത്ത് പിന്തിരിഞ്ഞു നിൽക്കുകയാണ് അമ്മ. സംസാരം നിലച്ചിരുന്നെങ്കിലും ഫോൺ കാതിൽ നിന്ന് എടുത്തിരുന്നില്ല. എന്തോ ഓർത്ത് നിൽക്കും പോലെ. അതോ കരയുകയാണോ? അമ്മേ, നാരായണൻ വിളിച്ചു. വളരെ സാവധാനമാണ് ടീച്ചർ തിരിഞ്ഞത്. ആ മുഖം നിറയെ കണ്ണുനീരായിരുന്നു. പക്ഷേ തന്നെ നോക്കി അവർ പുഞ്ചിരിച്ചത് നാരായണന് വിശ്വസിക്കാനായില്ല. അമ്മ ആരെയാ വിളിച്ചത്? ശ്രുതിയെ, എൻ്റെ ഉണ്ണിയുടെ വേളിയെ. ഉണ്ണിക്ക് ചോദിക്കാൻ അയാൾക്ക് വിഷമമായി. ഉണ്ണിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. നേരിയതിൻ്റെ തുമ്പുയർത്തി ടീച്ചർ മുഖം തുടച്ചു. എന്നാലും മോൻ അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒളിച്ചൂല്ലോ. പ്രേമൻ്റെ അച്ഛൻ പറയാൻ എനിക്ക് അനുവാദം തന്നിരുന്നില്ലമ്മേ. അമ്മയ്ക്കത് താങ്ങാനാവുമോന്നും എനിക്ക് ഭയമുണ്ടായിരുന്നു. അദ്ദേഹം നേരിൽ വന്ന അമ്മയെ തിരുവനന്തപുരത്തിന് കൂട്ടിക്കൊണ്ട് പോകാമായിരുന്നു എന്നായിരുന്നു വാക്ക്. അതിനു മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? നാരായണന്റെ ശിരസ് കുനിഞ്ഞു. ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതിനുള്ള ഏക അടിസ്ഥാനം ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം തന്നെയായിരുന്നു. അമ്മയുടെ നന്മയിലും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. മോനും ചച്ചുവും എത്ര നല്ലവരാ. എന്നിട്ടും മംഗളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കൊണ്ടുപോയില്ലേ? നാരായണൻ ഉത്തരമില്ലാതായി. പ്രശാന്തിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ? അതറിഞ്ഞ പരമസാത്വികയായ ഈ അമ്മയുടെ വിബൽധൈര്യമാണോ താനീ കാണുന്നത്? എൻ്റെ ഉണ്ണിക്ക് വേണ്ടി മോൻ മൃത്യുഞ്ജയവും സുദർശനവും കഴിച്ചതറിഞ്ഞപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിരിക്കണമെന്ന്. ചിറ്റിലശ്ശേരിയിൽ നിന്ന് വന്നപ്പോൾ തൊട്ടുള്ള മോൻ്റെ ഓരോ വാക്കും മുഖചലനവും അമ്മ ഓർത്തു നോക്കി. അമ്മയ്ക്ക് ആപത്ത് മനസ്സിലായി. രാത്രി ജലപാനം പോലും ചെയ്യാതെ പ്രാർത്ഥനയായിരുന്നു. പുലർന്നിട്ടോ അങ്ങനെ തന്നെ. മോൻ്റെ മൃത്യുഞ്ജയമാണോ, എൻ്റെ കണ്ണീരാണോ, അതോ വിധിയുടെ തീരുമാനമാണോ ഫലിച്ചത് എന്നറിയില്ല. ശ്രുതി പറഞ്ഞു, ഇന്ന് രാവിലെ എൻ്റെ ഉണ്ണി മിഴി തുറന്നു. കൃഷ്ണ, നാരായണൻ കരഞ്ഞു. വിശ്വാസം ഇല്ലായിരുന്നു അമ്മേ എനിക്ക്. വൈകുന്നേരം ആ നടക്കൽ ചെന്ന് 1001 ഏത്തമിട്ട് എനിക്ക് മാപ്പ് ചൊല്ലണം. ചച്ചു എന്നോട് പറഞ്ഞിരുന്നു അപ്പന് നൂല് ജപിച്ചു കൊടുക്കണ കാര്യത്തിലൊന്നും വിശ്വാസമല്ലെന്നും. പക്ഷെ മോൻ്റെ നൂലിനെ ഈ ദേശത്തെ എല്ലാവർക്കും വിശ്വസ്യമാണെന്നും. അയൽപ്പക്കത്തുള്ളവർക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ലമ്മേ. അതാണ് മഹത് യോഗമോനെ. അങ്ങനെ സമാധാനിക്കണം. എന്നിട്ട് മകനെ സംബന്ധിച്ച ബാക്കി കാര്യങ്ങളൊന്നും അമ്മ പറഞ്ഞില്ല. അമ്മയുടെ ഉണ്ണിയുടെ വേളി പിന്നൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കെ ഞാനാണ് കട്ട് ചെയ്തത്. അയ്യോ, അതെന്തേ അങ്ങനെ?
എനിക്ക് കേൾക്കാനുള്ളത് ഞാൻ കേട്ട് കഴിഞ്ഞിരുന്നു. എന്നുവെച്ചാ കണ്ണ് തുറക്കുക മാത്രമല്ല, ഉണ്ണി സംസാരിക്കുകയും ചെയ്തു അത്രേ. ആദ്യം ചോദിച്ചത് അവൻ ആക്സിഡന്റ് ആയ കാര്യം ചിറ്റലശ്ശേരിയിൽ അമ്മ അറിഞ്ഞുവോ എന്നാണ്. ശ്രുതിക്ക് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നത്രേ. അപ്പോ ഉണ്ണി ചട്ടം കെട്ടിപ്പോലും അമ്മയെ അറിയിച്ചിട്ടില്ലെങ്കിൽ ഇനി അറിയിക്കുകയായിരുന്നെന്ന് ടീച്ചർ വിങ്ങി വിങ്ങി കരഞ്ഞു. അമ്മേ! നാരായണൻ ഒതുക്കിറങ്ങി മുറ്റത്തെത്തി ആ കൈ പിടിച്ചു. സ്വയം ഇല്ലാതായാലും എൻ്റെ ഉണ്ണിക്ക് അമ്മ വേദനിക്കരുതെന്നേ ഉള്ളൂ. നാരായണന്റെ ചുമലിലേക്ക് ശിരസണച്ചു. ടീച്ചർ ആർത്തുലച്ച് കരഞ്ഞു. അമ്മേ! നാരായണൻ ഒതുക്കിറങ്ങി മുറ്റത്തെത്തി ആ കൈ പിടിച്ചു. സ്വയം ഇല്ലാതായാലും മകനെ ലഭിച്ച എൻ്റെ ജന്മം സഫലമായില്ലേ? ഇതുപോലൊരമ്മയെ സ്വന്തമായി കിട്ടിയാൽ എല്ലാ മക്കളും ഇങ്ങനെ ആഗ്രഹിക്കും അമ്മേ. മക്കളിൽ നിന്ന് ചെലവ് ചോദിച്ച് കേസ് കൊടുക്കുന്ന അമ്മമാരില്ലേ? സ്വന്തം മക്കളുടെ സമാധാനം തകർത്തും പ്രസവിച്ച ഉടൻ തന്നെ കുട്ടികളെ പുഴയിലും ഓടയിലും കുറ്റിക്കാട്ടിലും എറിയണവരില്ലേ? അത്തരക്കാരിൽ ഒരു നല്ല അമ്മയെ കിട്ടിയാൽ ആ മനസ്സ് നോവിക്കാൻ ആ ചോരയിൽ പിറന്നവർക്ക് ആവുമോ? ഏങ്ങലടക്കി കണ്ണുകൾ തുടച്ചുകൊണ്ട് ടീച്ചർ നാരായണന്റെ നേർക്ക് മുഖമുയർത്തി. ഒരു കാര്യം കൂടിയ ശ്രുതി പിന്നീട് പറഞ്ഞോളൂ. വിദേശങ്ങളിൽ നിന്ന് എൻ്റെ പെൺമക്കൾ 2 പേരും നാളെ തിരുവനന്തപുരത്ത് എത്തുന്നു. എന്നെ തേടി കണ്ടുപിടിക്കാനും എന്നെ ഉണ്ണിയെ മൂത്തവളോടൊപ്പം സ്റ്റേറ്റ്സിൽ കൊണ്ടുപോകാനുമാണ് അവർ വരണത്. നാരായണൻ ഒന്നും വല്ലാതെയായി. അതോടെ ഞാൻ ആ കോൾ കട്ട് ചെയ്തു. മോനെ, അപ്പോൾ ഇപ്പൊ തന്നെ വീണ്ടും വിളിക്കും? ഇല്ല, ഞാൻ ഫോൺ ഓഫാക്കി. അപ്പോൾ പ്രേമചന്ദ്രനും പിന്നറയത്തെത്തി. എന്തേ ടീച്ചറെ ഡോക്ടർ പറഞ്ഞത്? ഉണ്ണി കണ്ണു തുറന്നു പ്രേമ. സന്തോഷം കൊണ്ട് ടീച്ചർ കരയുകയായിരുന്നു. കുട്ടി എന്നെ തിരക്കി. ആക്സിഡന്റ് ആയ കാര്യം എന്നെ അറിയിക്കണ്ടെന്ന് പറഞ്ഞു അത്രേ. എണീച്ച് നടക്കാറാവുമ്പോൾ ചിറ്റലശ്ശേരി വന്ന് എന്നെ കണ്ടോളാന്ന്. ആ സ്ഥിതിക്ക് നമ്മളിനി തിരുവനന്തപുരത്തിന് പോണത് ശരിയല്ലല്ലോ. ആക്സിഡന്റ് ആയ വിവരം ടീച്ചർ അറിഞ്ഞാൽ ആ വിഷയത്തിൽ വല്ല വല്ലായ്മയോ ആപത്തോ പിണഞ്ഞാലോ എന്ന് ഭയന്നാ ടീച്ചറെ അറിയിക്കണ്ടെന്ന് കുട്ടൻ പറഞ്ഞതേ. അല്ലാതെ ടീച്ചറെ കാണണ്ടെന്ന് വെച്ചല്ല. ഏതായാലും കുട്ടന്റെ വിവരം അറിഞ്ഞ സ്ഥിതിക്ക് ടീച്ചർ പോണ്ടതാ. ഒന്ന് പരസ്പരം കാണുമ്പോൾ 2 പേർക്ക് സമാധാനമാവും. എന്നാലും ടീച്ചർക്ക് വിമ്മിട്ടമായി. ടീച്ചറുടെ ആ ഭാവം നാരായണന് അത്ഭുതമായി. മകന് സുഖമില്ലെന്നറിഞ്ഞാൽ പ്രാണം പിടഞ്ഞ് കുഴഞ്ഞു വീഴുകയോ ജീവൻ കളഞ്ഞ് തൻ്റെ കുട്ടിയുടെ അടുത്തേക്ക് പറക്കുകയോ ചെയ്യേണ്ടതാണ് ഇതുപോലുള്ള അമ്മ. കൊണ്ടുപോവാൻ ആളില്ലെന്ന് വിചാരിച്ചാണെങ്കിൽ വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുല്ലോ. പ്രേമൻ തിരക്കി. ടീച്ചറെ ഞാൻ കൊണ്ടുപോവാന്നേ. ഇനി നമ്മൾ കൂട്ടുപിരിയില്ല, ഉറപ്പ്. ഉണ്ണി കണ്ണു തുറന്നോന്നും വർത്താനം പറഞ്ഞൊന്നും അറിഞ്ഞൂല്ലോ. നിക്ക് സമാധാനമായി പ്രേമ. മോൻ ഇനി കഷ്ടപ്പെടണ്ട. ഇന്ന് തന്നെ ചിറ്റലശ്ശേരിയിലേക്ക് പൊയ്ക്കോളൂ. എത്ര ദിവസമായി നിന്നെ കാണാതെ സങ്കടപ്പെട്ട് കഴിയുക ആ അമ്മയും അച്ഛയും അനിയത്തിക്കുട്ടിയും. അതിലും പ്രയാസം നീ താലി കെട്ടിയ ആ പെൺകിടാവിന്റെ കാര്യത്തിലല്ലേ. ടീച്ചറുടെ കാര്യം മോൻ വിട്ടോളൂ. വേഗം എന്നെ ചിറ്റലശ്ശേരിയിൽ എത്താൻ നോക്കൂ. നിന്റെ പൊന്നു ടീച്ചറെ. പ്രേമൻ വന്ന കൈ കവർന്നു. ചിറ്റലശ്ശേരിയിൽ അവരുടെ ഹേമദണ്ഡം സഹിക്കാഞ്ഞ അമ്മേ ഞാൻ ഇങ്ങോട്ട് പാഞ്ഞു വന്നത്. നിന്റെ ഭാര്യ അടക്കം എന്നെ നിർബന്ധിക്കുക എത്രയും വേഗം ടീച്ചറെ മോന്റെ അടുത്ത് എത്തിക്കൂന്ന്. നിന്റെ ഭാര്യ അച്ഛ വായി തുറന്ന് എൻ്റെ അടുത്തൊന്ന് നന്നായി വർത്താനം പറഞ്ഞതുപോലും ഞാൻ തിരിച്ചു ചെന്ന ശേഷമാ. എന്നെ നേരിൽ കണ്ടതോടെ അവളുടെ മുഴുവൻ സങ്കടവും തീർന്നു. പാലക്കാട് ജില്ലയിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലേക്കും ആ പൊട്ടിക്കാളി വഴിപാട് നേർന്നിരിക്കുക. തിരിച്ചു ചെന്നാൽ അത് മൊത്തം കഴിച്ചു തീർക്കാൻ ഞങ്ങൾക്ക് ഒരാണ്ട് പോരായേ. അതുകൊണ്ടാ ആദ്യം ടീച്ചറുടെ കാര്യം തന്നെ നടത്താന്ന് വെച്ചത്. പ്രേമൻ പറയണത് ശരിയാ അമ്മേ, നാരായണൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാണെച്ചാ ഒന്ന് ചെന്ന് കണ്ടിട്ട് വരാലോ. വേണേച്ചാ ഞാനും ചച്ചുവും കൂടി വരാം അമ്മയുടെ തുണയ്ക്ക്. മറുപടി പറയാനാവാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴും ടീച്ചർ. എനിക്കറിയാം, നാരായണൻ തുടർന്നു. ചച്ചു കരയോന്നുള്ള വിഷമാ ടീച്ചർക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ചച്ചുവിനെയും കൂട്ടി ഞാൻ വരാന്ന്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ മടങ്ങാനേ. അത് മോനെ. കഷായം കുടിച്ചതുപോലെയായി ടീച്ചറുടെ മുഖം. ശ്രുതിയെ വിളിച്ച് ആ കുട്ടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തതും ഓഫ് ചെയ്തതും മനഃപൂർവ്വമായിരുന്നു. ശ്രുതി അവസാനം പറഞ്ഞത് അമേരിക്കയിലും അറബി നാട്ടിലും പാർക്കുന്ന എൻ്റെ പെൺമക്കൾ 2 പേര് നാളെ തിരുവനന്തപുരത്ത് എത്തുമെന്ന. എന്നെ ഉണ്ണിയെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവാനാ അവരുടെ പ്ലാൻ. ബോധം തെളിഞ്ഞ് വർത്താനം പറയാനായ സ്ഥിതിക്ക് ഉണ്ണി അവർ നിർബന്ധിച്ച് കൊണ്ടുപോവാനാവില്ല. പക്ഷേ എൻ്റെ കാര്യം അതല്ല. അവർ നിർബന്ധിച്ച നിക്ക് പോകേണ്ടി വരും. നാരായണനും പ്രേമനും ഒന്ന് പരസ്പരം നോക്കി. പിന്നെ നാരായണൻ ടീച്ചറെ അഭിമുഖീകരിച്ചു. അമേരിക്കയിൽ നിന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കുട്ടി. അവിടെ എങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. പോയി കഴിഞ്ഞാൽ തിരിച്ചു പോരണമെന്ന് തോന്നണ സമയത്തൊന്നും
തിരിച്ചു പോരാൻ കഴിയണമെന്നുമില്ല. ദയും നമ്പൂതിരിയും മക്കളുമെല്ലാം അമേരിക്കൻ പൗരന്മാരാ. അവർക്ക് ആ നാട് ഇഷ്ടവുമാ. ഞാൻ പക്ഷേ 67 വർഷമായി കേരളത്തിലെ ഗ്രാമത്തിൽ ജീവിച്ചവളാ. ഇവിടം വിട്ടു പോണത് എനിക്ക് ഓർക്കാനേ കഴിയണില്ല. നിർബന്ധിച്ച എതിർക്കാനും പറ്റില്ല. ഇല്ലെങ്കിൽ ഉണ്ണി എന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വരും. ശ്രുതിക്കാൻ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ആ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് എന്നെ പിടിക്കത്തില്ല. അവർക്കിടയിൽ ഞാൻ വീണ്ടും ഒരു തലവേദനയാവണതും ആ കുടുംബം പഴയ അവസ്ഥയിലാവണതും എനിക്ക് സഹിക്കാൻ കഴിയില്ല. പ്രേമൻ വീണ്ടും നാരായണനെ നോക്കി. ടീച്ചർ പറയണതിൽ കാര്യമുണ്ട് പോറ്റി. എന്ന് വെച്ച് സുഖമില്ലാതെ കിടക്കണ മകനെ അമ്മയൊന്ന് ചെന്ന് കാണേണ്ടതല്ലേ? അമ്മയുടെ അവസ്ഥ അമ്മയ്ക്ക് അവരോട് തുറന്നു പറയാലോ. തുറന്നു പറഞ്ഞാലും അന്യനായ മോൻ്റെ ഒപ്പം എൻ്റെ മക്കൾ വീണ്ടും എന്നെ ഇവിടേക്ക് അയക്കുമെന്ന് മോൻ വിശ്വസിക്കുന്നുണ്ടോ? ടീച്ചർ ചോദിച്ചു. ചിറ്റിലശ്ശേരിയിൽ പാർക്കാൻ പോലും ദയയും നന്മയും ഒക്കെ അനുവദിക്കില്ല. പെൺകുട്ടികളാണെങ്കിലും വലിയ അഭിമാനികളാവർ. കുടുംബ സ്വത്തിലുള്ള മുഴുവൻ അവകാശവും അവർ ഉണ്ണിക്ക് എഴുതി കൊടുത്തത് മരണം വരെ അമ്മ ആ എട്ടുകെട്ടിൽ കഴിഞ്ഞോട്ടെ എന്ന് നിരീച്ചാവും. അതുകൊണ്ട് അമ്മയുടെ തീരുമാനം എന്താ? നാരായണൻ തിരക്കി. സുധാകർ മംഗളോദയത്തിന്റെ അമ്മ വീട് എന്ന നോവലിന്റെ ഈ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്